എൻട്രൻസ് ഫിസിക്സ് 84 ഇവിടെ കണ്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിൻറ്റ്സ് അവതരിപ്പിക്കുന്നു. നേരത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഞാൻ ഒന്നുകൂടി അത് ചില ഭാഗങ്ങൾ. 2 conducting bars A and B of same length and cross section and of conductivities, thermal conductivities K1 and K2 are joined end to end. Free end of A is at higher temperature T1 Kelvin and that of B is at a lower temperature T2 Kelvin. At steady state of conduction, what is the temperature of the joint? T0. ഇതാണ് ചോദ്യം. ഞാനിപ്പോൾ ചോയ്സ് ഒന്നും പറയുന്നില്ല. എ ആൻഡ് ബി, ഇതിൻ്റെ ഫ്രീ എൻഡ് ഒരു ഹൈ ടെമ്പറേച്ചർ T1, ഇതിൻ്റെ ഫ്രീ എൻഡ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2, രണ്ടിൻ്റെയും കണ്ടക്ടിവിറ്റീസ് K1 ആൻഡ് K2, ജോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ T0. തീർച്ചയായിട്ടും T1 ഹീറ്റ് ഇങ്ങോട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. T1 കുറവായിരിക്കും T0, T2 കൂടുതലുമായിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻ സ്റ്റഡി സ്റ്റേറ്റിൽ ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ എ മസ്റ്റ് ബി ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ബി. കാരണം ഹീറ്റ് എവിടെയെങ്കിലും തങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ, കണ്ടക്ട് ചെയ്ത് പോകല്ലേ. അപ്പോൾ ഇതുവഴി ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും ഈക്വലായിരിക്കണം. ഒരു സെക്കൻഡ് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ്, റേറ്റ് അറ്റ് വിച്ച് ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ്, ഓരോ സെക്കൻഡിലും കണ്ടക്ട് ചെയ്ത ഹീറ്റ് കാണാനുള്ള ഫോർമുല K ഇൻറ്റു A ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ ലെങ്ത്. ആ ഫോർമുല T സെക്കൻഡ് കൊണ്ട് കണ്ടക്ട് ചെയ്താണെങ്കിൽ ദാറ്റ് ഇൻറ്റു T എന്നെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ എടുത്താൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന ബാറ് ഒരു സെക്കൻഡിൽ കണ്ടക്ട് ചെയ്ത ഹീറ്റ് K1 A ഇൻറ്റു T1 മൈനസ് T0 ബൈ L, ഇതിൻ്റെ ലെങ്ത്. That must be equal to heat conducted by B, that is K2 into A into T0 minus T2 by L. ഇവിടെ രണ്ടിൻ്റെയും ലെങ്ത് ഈക്വല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയും എല്ലും ക്യാൻസൽ ചെയ്യും. ഇവിടെ നിന്ന് T0 സോൾവ് ചെയ്തെടുക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് T0 ഈക്വൽസ് K1 T2 പ്ലസ് K2 T1 by K1 plus K2. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നും ചെയ്യാതെ നേരിട്ട് എൻട്രൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ ഇത് അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക എളുപ്പമാണ്. T0 ഈക്വൽസ് K1 T2 പ്ലസ് K2 T1 ബൈ K1 പ്ലസ് K2. ഇനി രണ്ടും ഒരേ മെറ്റീരിയലും കൂടാണെങ്കിൽ, ഇത് ഒന്നുകിൽ രണ്ടും കോപ്പർ അല്ലെ രണ്ടും അയണ, രണ്ട് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ T0. അപ്പോൾ K1 ഈക്വൽസ് K2. അപ്പോൾ ഇവിടുന്ന് K കോമൺ ആയിട്ട് എടുക്കും, ഇവിടെ 2K എന്ന് വരും. K ക്യാൻസൽ ചെയ്യും, പോയിട്ട് T0 ഈക്വൽസ് T1 പ്ലസ് T2 ബൈ 2. ഈ ടെമ്പറേച്ചറിൻ്റെയും കൂടെ മീൻ വാല്യൂ ആയിട്ട് വരും ജംഗ്ഷൻ ടെമ്പറേച്ചർ അല്ലെ ജോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ. T1 പ്ലസ് T2 ബൈ 2. ഇമ്പോർട്ടൻ്റ് ഈ പോയിൻറ്റ്. ഓക്കെ, അടുത്ത പോയിൻ്റ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആൻഡ് ഡിഫറെൻറ്റ് ലെങ്ത്സ്. മാത്രമല്ല ജോയിൻറ്റ് ഹീറ്റ് ചെയ്യുന്നു. രണ്ട് മെറ്റീരിയൽ ബാറിൻ്റെയും ഫ്രീ എൻഡ്സ് സെയിം ടെമ്പറേച്ചറില്ല, റൂം ടെമ്പറേച്ചറോ എന്തെങ്കിലും ആയിക്കോട്ടെ, T0. അപ്പോൾ ഈ ജോയിൻറ്റ് ഹീറ്റ് ചെയ്താൽ ഇവിടെ ഇങ്ങോട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും, ഇങ്ങോട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ റേറ്റ് ഓഫ് കണ്ടക്ഷൻ, ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ദിസ്. അതുകൊണ്ടാണല്ലോ സെയിം ടെമ്പറേച്ചർ വരുന്നത് രണ്ടെൻഡിലും. അപ്പോൾ ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ 1 bar K1 A into
ജോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ ടി, ഹീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ടെമ്പറേച്ചർ ടി, ഇപ്പോൾ ടി മൈനസ് T0 by L1 in the length L1, that must be equal to heat conducted by this bar, that is K2A into T minus T0 by L2. Con factor cancel ചെയ്ത് കഴിഞ്ഞാൽ you will get it as K1 by L1 equals K2 by L2. ഇതും പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഇനി എ ഡിഫറൻറ്റ്, ലെങ്ത് സെയിം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആണെന്നിരിക്കട്ടെ. ഇവിടെ ഏരിയ കൂടുതൽ, ഇതിന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവ്. രണ്ടിൻ്റെ ലെങ്ത് ഈക്വൽ. ഈ ജോയിൻ്റ് ഹീറ്റ് ചെയ്യുന്നു. ജോയിൻ്റ് ഈസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ടി, രണ്ട് എൻഡും സെയിം ലോ ടെമ്പറേച്ചർ T0. ഇവിടെ ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ വൺ മസ്റ്റ് ബി ഈക്വൽ ടു ഹീറ്റ് കണ്ടക്റ്റഡ് ബൈ ദി അതർ. ഇപ്പോൾ K1 A1 into T minus T0 by L must be equal to K2 A2 into T minus T0 by L. Con factor cancel ചെയ്ത് you will get it as K1 A1 equals K2 A2. This is another case. അടുത്ത പോയിന്റ്, എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ കോമ്പിനേഷൻ. ഇവിടെ രണ്ട് ബാറുകൾ ജോയിൻ ചെയ്തിരിക്കുന്നു. രണ്ടിൻ്റെ ലെങ്ത് ഏരിയ സെയിം ആണെന്നിരിക്കട്ടെ. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. T1 ഈസ് അറ്റ് എ ഹൈ, ദിസ് എൻഡ് ഈസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ T1 എന്നിരിക്കട്ടെ. ഇത് ലോവർ ടെമ്പറേച്ചർ T2, ജംഗ്ഷൻ ടെമ്പറേച്ചർ T0. ഇങ്ങോട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു. മുമ്പേ എടുത്ത പോലെ heat conducted by this bar must be equal to heat conducted by this second bar per second. So K1A into T1 minus T0 by L, അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റായി, ഈക്വൽസ് K2 into A into T0 minus T2 by L. ഇതിൽ നിന്നും T0 നമുക്ക് കിട്ടും. മുമ്പേ കിട്ടിയ റിസൾട്ടാണ്. T0 ഈക്വൽസ് K1 T2 പ്ലസ് K2 T1 ബൈ K1 പ്ലസ് K2. ഇനി ഇതിൻ്റെ ഈ രണ്ട് ബാറിൻ്റെയും കൂടി ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി K എന്നിരിക്കട്ടെ. എങ്കിൽ ഈ ബാർ ഒന്നിച്ച് കണ്ടക്ട് ചെയ്ത ഹീറ്റ് അത് ഇതിനേതിലെങ്കിലും ഒന്നിന് തുല്യമായിരിക്കും. ഇതിനെ ഒറ്റ ബാറായിട്ട് എടുത്താൽ ഓഫ് കണ്ടക്ടിവിറ്റി K, then heat conducted by this combined bar is K into A into T1 minus T2 by 2L. L plus L, 2L എന്ന് എടുക്കണം. അപ്പോൾ ഇതിനെ കമ്പൈൻഡ് ബാറിൻ കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് K ഇൻറ്റു A ഇൻറ്റു അതിൻ്റെ എൻസ് ടെമ്പറേച്ചർ T1 T2, T1 മൈനസ് T2 ബൈ 2L. ഇതിലേതെങ്കിലും ഒരു ബാറ് കണ്ടക്ട് ചെയ്ത ഹീറ്റിന് തുല്യമായിരിക്കണം. മൊത്തത്തോടെ ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റ് ഇതിൽ ഓരോ ബാറും കണ്ടക്ട് ചെയ്ത ഹീറ്റിന് തുല്യമായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ 2L മസ്റ്റ് ബി ഈക്വൽ ടു K1 ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T0 ബൈ L. ഇതിൽ നിന്നും K ഇൻറ്റു T1 മൈനസ് T2 ബൈ 2 ഈക്വൽസ് K1 ഇൻറ്റു T1 മൈനസ് T0. ഈ T0 എടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. യു വിൽ ഗെറ്റ് K ആസ്. അപ്പോൾ ഈ റിസൾട്ടിലോട്ട് ഈ T0യുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് K ആസ് 2 K1 K2 ബൈ K1 പ്ലസ് K2. റിസൾട്ട് ഓർത്തിരിക്കണം. K ഈക്വൽസ് 2 K1 K2 ബൈ K1 പ്ലസ് K2. ഇത് എൻട്രൻസിന് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഓക്കെ, അനദർ കേസ്.
രണ്ട് ഇതുപോലെ വരാം. രണ്ട് ബാറുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ഈ എൻ്റെ ഹൈ ടെമ്പറേച്ചർ T1, ഈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ T2. അപ്പോൾ ലെങ്ത് സെയിം. ഓരോന്നിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി K1, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി K2. ഇതിലോരോ ബാറും കണ്ടക്ട് ചെയ്ത് ഹീറ്റ് സെയിം ആയിരിക്കണം. അതല്ലെങ്കിൽ ഈ എൻസിൻ്റെ ടെമ്പറേച്ചർ ഈ ഒരു എൻഡിൽ തന്നെ വ്യത്യസ്ത ടെമ്പറേച്ചർ വരുമല്ലോ. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും ഈക്വൽ ആയിരിക്കണം. സോ K ഇൻറ്റു ഇപ്പോൾ കോമൺ ഈ ബാർ മൊത്തത്തോടെ കണ്ടക്ട് ചെയ്ത ഹീറ്റ് എഫക്റ്റീവ് കണ്ടക്ടിവിറ്റി Kയുമാണെങ്കിൽ ഈ കമ്പൈൻഡ് കോമ്പിനേഷൻ കണ്ടക്ട് ചെയ്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു 2A, A പ്ലസ് A, ഏരിയ ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2A into T1 minus T2 by L. That must be equal to ഇതിലേതെങ്കിലും ഒരു ബാർ കണ്ടക്ട് ചെയ്തത് K1 into A into T1 minus T2 by L. ഇവിടെ എടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഈ രണ്ട് ബാറും കൂടെ ചേർന്ന കോമ്പിനേഷൻ കണ്ടക്ട് ചെയ്ത ഹീറ്റ്, കോമ്പിനേഷൻ്റെ ഇക്വലൻറ്റ് കണ്ടക്ടിവിറ്റി K. അപ്പോൾ ഏരിയ 2A എന്ന് എടുക്കണം, ലെങ്ത് L. അപ്പം K ഇൻറ്റു 2A ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇത് തന്നെ ആയിരിക്കണം ഇതിൽ ഓരോ ബാറും കണ്ടക്ട് ചെയ്ത ഹീറ്റ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ബാറ് കണ്ടക്ട് ചെയ്ത ഹീറ്റിനോട് ഇക്വേറ്റ് ചെയ്താൽ മതി K1 ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ L പ്ലസ് ഇത് രണ്ടും കൂടെ കണ്ടക്ട് ചെയ്ത് തുല്യമായിരിക്കണം ഇത് കണ്ടക്ട് ചെയ്തത്. ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും ഇത് കണ്ടക്ട് ചെയ്ത ഹീറ്റും കൂടെ ആഡ് ചെയ്താൽ ഈ കമ്പൈൻഡ് ബാർ കണ്ടക്ട് ചെയ്ത ഹീറ്റ് കിട്ടും. സോ ഇത് ഫസ്റ്റ് ബാർ കണ്ടക്ട് ചെയ്തത് പ്ലസ് സെക്കൻഡ് ബാർ കണ്ടക്ട് ചെയ്തത് K2 ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T0 ബൈ L. ഇത് സിംപ്ലിഫൈ ചെയ്യാം. കോമൺ ഫാക്ടർ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 2K ഈക്വൽസ് K1 പ്ലസ് K2 ഓർ K ഈക്വൽസ് K1 പ്ലസ് K2 ബൈ 2. ദാറ്റ് ഈസ് ദി ആൻസർ. രണ്ടിൻ്റെയും മീൻ വാല്യൂ വരും ഇക്വലൻറ്റ് K. അപ്പോൾ ഈ ബാർ ഒന്നിച്ച് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കുക. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇത് ഒറ്റയ്ക്ക് ഇത് ഓരോന്നും കണ്ടക്ട് ചെയ്ത ഹീറ്റിൻ്റെ സമ്മുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. Then you will get K as K1 plus K2 by 2. ഇത്ര റിസൾട്ട് പലയിടത്തും നമുക്ക് എൻട്രൻസിലെ പല ചോദ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. കുറച്ച് ഇട്ടിട്ടുണ്ട്, ഇനിയും കാണും. ഓക്കെ, താങ്ക് യു.